എല്ലാവർക്കും ബ്രേക്ക് ത്രൂ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ആണ്. പ്ലസ് ടു ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു പോർഷൻ ആണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ്, ആ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രിൻസിപ്പിൾ? ഓംസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓംസ് ലോന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? അതായത് ഓംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സർക്യൂട്ട് കണക്ഷനിലെ അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് V=IR എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സർക്യൂട്ട് കണക്ഷനിലെ അൺനോൺ റെസിസ്റ്റൻസ്, കാരണം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിലുള്ള കറണ്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ജനറലി ഒരു സർക്യൂട്ട് കണക്ഷനിൽ എങ്ങനെയാണ് ആ സർക്യൂട്ട് കണക്ഷനിലുള്ള വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുക? നമുക്കറിയാം, ഒരു സർക്യൂട്ട് കണക്ഷനിലെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൂപ്പിലെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഓംസ് ലോ പ്രകാരമാണ്. നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ ആണ്. അപ്പോൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു ലൂപ്പിലെയോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കണക്ഷനിലെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V=IR എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഈ V=IR എന്ന് പറയുന്ന ഇക്വേഷനിലെ R എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അൺനോൺ റെസിസ്റ്റൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് അറിയണം? വിയും അറിയണം, ഐയും അറിയണം. അതായത് ആ ലൂപ്പിലൂടെ നമ്മൾ എവിടുത്തെ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്കിൽ ആ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ അറിയണം. വിയും അറിയണം, ഐയും അറിയണം. അതായത് ഓംസ് ലോയുടെ ലിമിറ്റേഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു പ്രിൻസിപ്പിളാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് ഓംസ് ലോ നമ്മൾ സാധാരണ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സർക്യൂട്ട് കണക്ഷനിലെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓംസ് ലോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? V=IR. ഓംസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? V=IR. അതിന് വിയും ഐയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ആറിനെ കണ്ടുപിടിക്കാം. അപ്പോൾ സർക്യൂട്ടിലെയോ അല്ലെങ്കിൽ ലൂപ്പിലെ അൺനോൺ റെസിസ്റ്റൻസ്, അതായത് ഒരു റെസിസ്റ്റർ നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയില്ല. അതാണ് ഈ അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടും അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിയും അറിയണം, ഐയും അറിയണം. ഈ വിയും ഐയും എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? നമ്മൾ സർക്യൂട്ട് കണക്ഷനിൽ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യണം? അങ്ങനെ മെഷർ ചെയ്യണം. വോൾട്ടേജും കറണ്ടും നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക? അതുപോലെ മെഷർ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? വോൾട്ടേജ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പാരലായിട്ട് ആരെ കണക്ട് ചെയ്യും? ഒരു വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യും. ഇനി കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ആ റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ ആരെ കണക്ട് ചെയ്യും? അമ്മീറ്റർ കണക്ട് ചെയ്യും. ഈ വോൾട്ട് മീറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ട് മീറ്റർ വോൾട്ടേജിൻ്റെ റീഡിങ്ങും, അതുപോലെ തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അമ്മീറ്റർ കറണ്ട് ഇൻറ്റൻസിറ്റിയുടെ റീഡിങ്ങും നമുക്ക് തരും. അങ്ങനെയാണ് നമുക്ക് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെയാണ് ലിമിറ്റേഷൻ വരുന്നത്. നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടും കറണ്ട് മെഷർ ചെയ്യുന്നത് അമ്മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇത് തന്നെയാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ കാരണം. അല്ലെങ്കിൽ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ, ഓംസ് ലോ ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഒരു വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ ഉപയോഗിച്ചിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജോ അല്ലെങ്കിൽ അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് കറണ്ടോ മെഷർ ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ട് കണക്ഷനിലുള്ള ആ റെസിസ്റ്ററിൻ്റെ ആക്ച്വൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അതിനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, നമ്മൾ റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് പാരലായിട്ട് ഒരു വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യും. പാരലായിട്ട് ഒരു വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏതൊരു ഇൻസ്ട്രുമെൻ്റ്, ഏതൊരു ഡിവൈസിനും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമ്മൾ കണക്ട് ചെയ്യുന്ന വോൾട്ട് മീറ്ററിനാണെന്നുണ്ടെങ്കിലും അമ്മീറ്ററിനാണെന്നുണ്ടെങ്കിലും അതിനെന്തുണ്ട്? അതിൻ്റെ ഉള്ളിലൊക്കെ കോയിലുണ്ട്. ആ നീഡിലൊക്കെ ഡിഫ്ലക്ഷനൊക്കെ കാണിക്കുന്നതിന് റീസൺ അതിൻ്റെ ഉള്ളിൽ കോയിലുണ്ട്. അപ്പോൾ ആ കോയിൽ കാരണം
അതിനെന്തുണ്ടായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതിനുള്ളിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വോൾട്ട് മീറ്ററും അമ്മീറ്ററും കണക്ട് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റൻസ് വെക്കുന്ന പോലെയാണ്. പാരലായിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ പാരലായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന പോലെയും അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എക്സ്ട്രാ റെസിസ്റ്റൻസ് വരുമ്പോൾ അവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മാറും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മാറുമ്പോൾ വോൾട്ടേജും കറണ്ട് ഒക്കെ മാറും. അപ്പോൾ ഈ പറയുന്ന ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കാരണം നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ടും വോൾട്ടേജും നമുക്കത് കാരണം അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഓംസ് ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഇഫക്റ്റാണ് വരുന്നത്. റെസിസ്റ്റൻസ് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ടും വോൾട്ടേജും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആക്യുറേറ്റ് ആയിരിക്കും. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കണക്ട് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് എറർ ഇല്ലാത്തൊരു വാല്യൂ നമുക്ക് കിട്ടില്ല, എറർ ഉണ്ടായിരിക്കും. വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ എന്തുണ്ടായിരിക്കും, എറർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എറർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതുപോലെ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ ഓംസ് ലോയുടെ ലിമിറ്റേഷൻ ഇല്ലാതെ വോൾട്ട് മീറ്റർ, അതായത് ഈ ലിമിറ്റേഷൻ ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റേഷൻ വരാൻ കാരണം എന്താ, ഓംസ് ലോയുടെ ലിമിറ്റേഷൻ കൊണ്ടല്ല അത് ഉണ്ടാവുന്നത്. ഓംസ് ലോ ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ലിമിറ്റേഷൻ വരാൻ കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്റർ അമ്മീറ്റർ ആണ്. ഈ വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ലിമിറ്റേഷൻ വരുന്നത്. നമുക്ക് വോൾട്ടേജും കറണ്ട് മെഷർ ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ലിമിറ്റേഷൻ വരുന്നത്. അപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട്. അതായത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ നമ്മൾ മുന്നേ പറഞ്ഞതിനേക്കാളും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വോൾട്ട് മീറ്ററിൻ്റെ ആവശ്യമില്ല, അമ്മീറ്ററിൻ്റെയും ആവശ്യമില്ല. വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിക്കാതെ തന്നെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്നത് ഒരു സർക്യൂട്ട് കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്, അല്ലാതെ ഒരു ഡിവൈസോ ഇൻസ്ട്രുമെൻറ്റോ ഒന്നുമല്ല. ഇതെന്താണ്, ഒരു പ്രിൻസിപ്പിളാണ്. ഒരു പ്രിൻസിപ്പിളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു പ്രിൻസിപ്പിളാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ്. ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്നുണ്ട്. മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും. അതുപോലെ തന്നെ വേറെയും ഉണ്ട്, കാരിഫോസ്റ്റസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് +2 ലെവലിൽ പഠിക്കാനുള്ളത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. ഒന്ന് മീറ്റർ ബ്രിഡ്ജ്, രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആ പ്രിൻസിപ്പിൾ, അതൊരു ഡിവൈസോ ഇൻസ്ട്രുമെൻറ്റോ ഒന്നുമല്ല. ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും. എന്താണ് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. ഈ ഒരു കണക്ഷനെ, ഈ ഒരു കാണുന്ന കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഈ ഒരു കണക്ഷനെയാണ് ശരിക്കും വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ കണക്ഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കറണ്ട് ഡയറക്ഷനൊക്കെ ഞാൻ ഏറോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാണുന്ന കണക്ഷൻ, ഈ ഒരു ഭാഗം, ഈ 4 റെസിസ്റ്ററും നടുവിൽ വരുന്ന അവർ ബ്രിഡ്ജ് ചെയ്ത് വരുന്ന ഗാൽവനോമീറ്ററും ഉള്ള ഈ കണക്ഷനാണ് ബ്രിഡ്ജ് കണക്ഷൻ അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് ശരിക്കും ആ പ്രിൻസിപ്പിൾ കിടക്കുന്നത്. ഇത് കാരണമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു സർക്യൂട്ട് കണക്ഷൻ കാരണമാണ് ഇവിടെ ആ പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാലൻസ്ഡ് കണ്ടീഷനിൽ മാത്രമേ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിലോ അല്ലെങ്കിൽ ഡിവൈസുകളിലോ നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ മാത്രമേ പറ്റുള്ളൂ, ആ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസ് ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമേ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ പ്രിൻസിപ്പിൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്തിലാണ്, ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ? ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയാണ്,
ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. അതായത് ഈ ഒരു ബ്രിഡ്ജിലുള്ള നെറ്റ് കറണ്ട് 0. അതിനെയാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0, അതായത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0-ൽ നിൽക്കണം, നടുവിൽ നിൽക്കണം, റീഡിങ് നടുവിൽ നിൽക്കണം, 0-ൽ നിൽക്കണം. ഗാൽവനോമീറ്റർ റീഡിങ് 0 ആവുന്നു, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആകുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. ആ ബാലൻസ്ഡ് കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ആരെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മീറ്റർ, ബ്രിഡ്ജിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ മെഷർമെൻറ്റ്സ് നടക്കുമ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എപ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ബാലൻസ്ഡ് കണ്ടീഷനിൽ മാത്രം. അതായത് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടീഷൻ ഒബേ ചെയ്യണം. അത് ഏത് കണ്ടീഷനാണ്? ബാലൻസ്ഡ് കണ്ടീഷൻ. എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ? ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് 0 ആയിരിക്കും? ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്താണ് ഡിറൈവ് ചെയ്യാൻ പോവാണ്? അപ്പോൾ എങ്ങനെയായിരിക്കണം? ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണ്. അതായത് ജി എന്ന് പറയുന്നതാണ് ഗാൽവനോമീറ്റർ ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഗാൽവനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈസ് ആണ്, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ? ഏതൊരു ഡിവൈസിനും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ വരുന്ന കറണ്ടിനെയാണ് ഞാൻ IG എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് IG = എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 റെസിസ്റ്ററുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ബ്രിഡ്ജിൽ, PQRS. ആ റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്, PQRS. ഇനി ആ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ടാണ് I1, I2, I3, I4. ടോട്ടൽ ആ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. ഈ I എന്ന് പറയുന്ന കറണ്ട് എടുത്തിട്ട് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഞാൻ I1 ഇവിടെ എത്തിയിട്ട് IG I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ ഒബേ ചെയ്യുന്ന സമയത്ത് IG 0 ആയിരിക്കും, അത് നമുക്കറിയാം. ഓക്കെ, ദെൻ ഈ IG ഇവിടെ എത്തിയിട്ട് ഈ IG I2 കൂടി ചേർന്നിട്ട് ഈ IG I2 കൂടി ചേർന്നിട്ടാണ് I4 ആവുന്നത്. then അതെല്ലാം കൂടി ചേർന്ന് വീണ്ടും I ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രിഡ്ജിനുള്ളിൽ നമ്മൾ 2 ലൂപ്പ് കൺസിഡർ ചെയ്യും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എത്രയാണ്? നമ്മൾ ഈ ബ്രിഡ്ജിൽ 2 റൂൾ അപ്ലൈ ചെയ്യും. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുള്ള കിർച്ചോഫ് ലോ, 2 കിർച്ചോഫ് ലോ ഉണ്ടല്ലോ. ഒന്നാമത്തെ കിർച്ചോഫ് കറണ്ട് ലോ ഉണ്ട്, രണ്ടാമത്തെ കിർച്ചോഫ് വോൾട്ടേജ് ലോ, അതായത് KCL KVL. കിർച്ചോഫ് കറണ്ട് ലോ, കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂള്. രണ്ടാമത്തെ എന്താണ്? കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂള്. ഈ പറയുന്ന 2 ലോയും നമ്മൾ ഈ ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. KCL KVL, കറണ്ട് ലോയും വോൾട്ടേജ് ലോയും. കിർച്ചോഫ് കറണ്ട് ലോ, കിർച്ചോഫ് വോൾട്ടേജ് ലോ. കറണ്ട് ലോ എന്ന് വിളിക്കുന്ന വേറൊരു പേരായിട്ട് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, ജംഗ്ഷൻ റൂൾ എന്ന് നമ്മൾ വിളിക്കും. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് വിളിക്കുന്ന വേറെ പേരാണ് ലൂപ്പ് റൂള്. ഈ 2 റൂളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഞാനിപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ച റൂളാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ലൂപ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് ആ വോൾട്ടേജ് റൂൾ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, അതായത് ഓൾജിബ്രിക് സമ്മായിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലൂപ്പുകൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഒരു സർക്യൂട്ട് കണക്ഷനിൽ ലൂപ്പുകൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ ലൂപ്പിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുക. ഞാൻ ഈ ബ്രിഡ്ജിലാണ് ഞാൻ KVL അപ്ലൈ ചെയ്യാം. KVLും KCLും ഞാൻ എവിടെ അപ്ലൈ ചെയ്യാൻ പോകണം? ഈ ബ്രിഡ്ജിലാണ്. ഈ ഒരു കാണുന്ന കണക്ഷനാണ് അപ്ലൈ ചെയ്യാൻ പോകണം. ഞാനിവിടെ 2 ലൂപ്പ് കൺസിഡർ ചെയ്തു, ലൂപ്പ് 1, ലൂപ്പ് 2. ഓക്കെ, ലൂപ്പ് 1 ഞാൻ ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഞാൻ ലൂപ്പ് കൺസിഡർ ചെയ്തത്. 2 ലൂപ്പ് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ വരുന്നത് ഇങ്ങനെ വരും. ആദ്യത്തെ ലൂപ്പ് നോക്കാം. ഏറ്റവും ആദ്യത്തെ ലൂപ്പ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് KVL ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂളാണ്. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും ആദ്യം സർക്യൂട്ടിലെ ലൂപ്പുകളെ കൺസിഡർ ചെയ്യണം. ഞാൻ ഈ ബ്രിഡ്ജിലാണ് ഈ KVLും KCLും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ബ്രിഡ്ജിൽ എനിക്ക് 2 ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇത് ലൂപ്പ് 1, ഇത് ലൂപ്പ് 2. ഈ 2 ലൂപ്പിനും ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡയറക്ഷൻ നമുക്ക് തീരുമാനിക്കാം, ലൂപ്പിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ 2 ലൂപ്പിലും ഞാൻ ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ടുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ദെൻ ഞാൻ ഈ 2 ലൂപ്പിലും ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ലൂപ്പ് 1 നോക്കുക. ലൂപ്പ് 1ൽ ഞാൻ KVL അപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് എൻ്റെ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് വരും? I1P അല്ല, ഇവിടുത്തെ വോൾട്ടേജ് എന്താ? ഇവിടുത്തെ കറണ്ട്, ഇവിടുത്തെ റെസിസ്റ്റൻസ് I1P. ദെൻ സെയിം ഡയറക്ഷൻ
കറണ്ടിൻ്റെയും സെയിം ഡയറക്ഷൻ തന്നെ പ്ലസ് ഇവിടുത്തെ കറണ്ട് എന്താ ഐ ജി ഇവിടുത്തെ റെസിസ്റ്റൻസ് അല്ലേ. ഓരോ ഭാഗത്തെ വോൾട്ടേജ് നമ്മൾ എങ്ങനെ എഴുതാം, ഓരോ ഭാഗത്തെ ഓരോ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എങ്ങനെ എഴുതാം, അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അതിനല്ലേ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ എഴുതുമ്പോൾ എഴുതാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I1P ആണ് പ്ലസ് ഇവിടെ എന്താ IG ആണ്. ദെൻ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലേ കറണ്ട്, ലൂപ്പ് ഇങ്ങനെയല്ലേ പോകുന്നത്. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ എന്താ വരാം -I2R തന്നെയാണ് ഏറ്റവും എഴുതുക. I1P പ്ലസ് IGG ഇതാണ് നമ്മുടെ ലൂപ്പ് കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ പോണേ. I1P പ്ലസ് IGG ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. -I2R ഇസ് ഈക്വൽ ടു എന്ത് വരും 0 വരും. ഇസ് ഈക്വൽ ടു എന്ത് വരും 0 വരും. ദെൻ നമുക്കറിയാം വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള ഇയാളിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് IG 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം IG എന്ന് പറയുന്ന ആൾ 0 ആണ്. ഈ ഒരു ടേം തന്നെ പോയി. അപ്പോൾ എന്ത് വരും I1P -I2R equal to 0 വരും. ദാറ്റ് ഈസ് I1P is equal to I2R വരും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇയാൾ 0 ആണ്. IG എന്ന് പറയുന്ന ആൾ 0 ആണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ബാലൻസ് കണ്ടീഷൻ IG 0 ആണ്. അതായത് ഗാലറോമീറ്റർ കറണ്ട് 0 ആണ്. ഈ ടേം പോയി. ഈ ടേം പോയി I1P -I2R equal to 0 വരും. അപ്പോൾ മൈനസിലുള്ള ടേം ഞാൻ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ I1P is equal to I2R വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ ഞാൻ രണ്ടാമത്തെ ലൂപ്പിൽ ഞാൻ എഴുതാം. സെയിം പ്രോസസ് KVL തന്നെ ഞാൻ രണ്ടാമത്തെ ലൂപ്പിൽ എഴുതാം. ഇവിടെ തുടങ്ങിയിട്ടുണ്ട് I3Q. ദെൻ ഇത് ഓപ്പോസിറ്റ് ആണ് -I4S പ്ലസ് IGG is equal to 0. I3Q -I4S plus IGG equal to 0 വരും. ദെൻ നമുക്കറിയാം IG എന്ന് പറയുന്നത് അവിടെ അഗെയിൻ ഗാലറോമീറ്റർ കറണ്ട് 0 ആണ്. അപ്പോൾ അയാൾ പോയി. ദെൻ I3Q -I4S equal to 0 വരും. ദാറ്റ് ഈസ് I3Q is equal to I4S. ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ രണ്ട് ഇക്വേഷൻ KVL നിന്ന് KVL അപ്ലൈ ചെയ്തു. നമ്മൾ ഈ ബ്രിഡ്ജിൽ KVL അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജിൽ നമ്മൾ ഒരു ലോ അപ്ലൈ ചെയ്തു, KVL അപ്ലൈ ചെയ്തു. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജിൽ എന്താണ് KCL, കിർച്ചോഫിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ച റൂള് KCL കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ നിങ്ങൾ വിളിക്കുന്ന ജംഗ്ഷൻ റൂൾ KCL ഓരോ ജംഗ്ഷനിലാണ് അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇവിടെ ഇതെൻ്റെ ആദ്യത്തെ ജംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം I1 എന്ന് പറയുന്ന കറണ്ടാണ് ഈ ജംഗ്ഷനിലേക്ക് വരുന്നത്. എന്താണ് ജംഗ്ഷൻ റൂൾ? ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് പോകുന്ന കറണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 ആണ്. പോകുന്ന രണ്ട് കറണ്ടാണ്, ഒന്ന് IG ഒന്ന് I3. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? I1 is equal to IG plus I3 എന്ന് എഴുതാമല്ലോ. I1 ആണ് വരുന്നത്, പോകുന്ന രണ്ട് കറണ്ട് ഉണ്ട്. അപ്പോൾ I1 is equal to IG plus I3 എന്ന് എഴുതാം. അതിൽ IG എന്താ നമുക്കറിയാം 0 ആണ്. ഗാലറോമീറ്റർ കറണ്ട് 0 ആണ്. ഈ IG 0 ആയി, ഈ ടേം പോയി. അപ്പോൾ എന്ത് വരും? I1 is equal to I3. ഇക്വേഷൻ നമ്പർ 3. I1 ഉം I3 ഈക്വൽ ആണെന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ എന്താ പറയുക? രണ്ടാമത്തെ ജംഗ്ഷൻ നമുക്കറിയാം ഇയാൾ ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്, ഇയാളും ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്. I2 ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്, IG ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്. രണ്ട് കറണ്ട് വരുന്നുണ്ട്, ഒരു കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വരുന്ന കറണ്ട് പോകുന്ന കറണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? I2 പ്ലസ് IG is equal to I4 എന്ന് എഴുതാം. അതിൽ അഗെയിൻ IG 0 ആണ്. അപ്പോൾ എന്ത് വരും? I2 equal to I4 എന്ന് വരും. ഓക്കെ, I2 പ്ലസ് IG equal to I4 നമുക്ക് ഇവിടെ എഴുതാം. then IG 0 ആയതുകൊണ്ട് എന്ത് എഴുതാം? I2 is equal to I4. that is ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ 4 ഇക്വേഷൻ കിട്ടി. ഇനി ഈ 4 ഇക്വേഷൻ കമ്പയർ ചെയ്തത് അറേഞ്ച് ചെയ്ത് എഴുതാം. അത്രയും നമ്മൾ ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യും. ദെൻ അതിലേക്ക് 3 ഉം 4 ഉം അപ്ലൈ ചെയ്യും. അത്രയും നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യും. ദെൻ അതിലേക്ക് നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? നമുക്ക് KCL വെച്ച് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് 3 ഉം 4 ഉം അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഒരു ഇക്വേഷനെ മറ്റൊരു ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യും, റൈറ്റ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യും. I1P ഡിവൈഡ് ബൈ I3Q is equal to I2R ഡിവൈഡ് ബൈ I4S വരും. എന്നാൽ ഇതിലേക്ക് ഞാൻ എന്താ പറയുന്നത്? 3 ഉം 4 ഉം അപ്ലൈ ചെയ്യും. 1 ഡിവൈഡ് ബൈ 2 ചെയ്യും, അതിലേക്ക് 3 ഉം 4 ഉം അപ്ലൈ ചെയ്യും. 1 ഡിവൈഡ് ബൈ 2 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാണ്? 3 ഉം 4 ഉം അപ്ലൈ ചെയ്യണം. എന്താണ് 3? I1 is equal to I3. I1 ഉം I3 ഉം ഈക്വൽ ആണ്. എന്നിട്ട് ഇത് ഈ രണ്ടാൾക്കാർ ഈക്വൽ ആണ്. I1 ഉം I3 ഉം ഈക്വൽ ആണ്. I1 I3 ഈക്വൽ ആണെന്ന് ഇത് രണ്ട് ക്യാൻസൽ ആവില്ലേ? ദെൻ 4 അപ്ലൈ ചെയ്യുമ്പോൾ I2 ഉം I4 ഉം ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവരും ക്യാൻസൽ ചെയ്യുന്ന അവസാനം നമുക്ക് എന്താണ് കിട്ടുക? P/Q is equal to R/S. P/Q is equal to R/S. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇതെല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന ടേം എന്ന് പറയുന്നത് റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസുകളെ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. PQRS എന്താണ്? നമ്മൾ ഈ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ടുള്ള 4 റെസിസ്റ്ററുകൾ, അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് PQRS എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസുകളെ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ P/Q is equal to R/S എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
വീറ്റ്സ്റ്റൺ-ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. P by Q is equal to R by S എന്ന് പറയുന്ന ആൾ വിളിക്കുന്ന പേരാണ് വീറ്റ്സ്റ്റൺ-ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഒരു റെസിസ്റ്റർ ഇതിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അയാളെ ഞാൻ ഈ ബ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുന്നത് 4 റെസിസ്റ്ററിന്റെ ഒരെണ്ണത്തിന് പകരമായിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു വിചാരിക്കും. സപ്പോസ് നമ്മളുടെ എസ് എന്ന് പറയുന്ന ആൾ, ഈ എസ് എന്ന് പറയുന്ന ആളുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയില്ല, ഇതാണ് അൺനോൺ എന്ന് വിചാരിക്കാം. ബാക്കി 3 നമുക്ക് അറിയുന്ന ആൾക്കാർ, ഇയാളെ നമുക്കറിയില്ല. അറിയാത്ത ആളെ നമ്മൾ ഇവിടെ കൂടി കണക്ട് ചെയ്യുന്ന വിചാരിക്കും. ഇവിടെ കണക്ട് ചെയ്യുന്ന നിർബന്ധമൊന്നും ഇതിൽ ഏതിൽ ഒരെണ്ണത്തിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. നമുക്ക് അറിയാത്ത ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വീറ്റ്സ്റ്റൺ-ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ പ്രകാരം P by Q is equal to R by S ആണ്. 3 ആൾക്കാരെ അറിയാം, ഇയാളെ മാത്രം അറിയില്ല. ഇയാളെ അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കി 3 ആൾക്കാരെ അറിയാലോ. ഈ ഇക്വേഷൻ വെച്ച് പ്രിൻസിപ്പിൾ ഇക്വേഷൻ ഒക്കെ അറിയാണ്ടിരിക്കാം. ഈ 4ാമത്തെ ആളെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെയും ആവശ്യമില്ല, എമീറ്ററിൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെയാണ് വീറ്റ്സ്റ്റൺ-ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് EMFകൾ നമ്മൾ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് വീറ്റ്സ്റ്റൺ-ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. P by Q is equal to R by S. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.